ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാവരും കളയുന്ന വസ്തുക്കളുമായിട്ടാണ് ഞാൻ വന്നത്. കളയുക മാത്രമല്ല, കത്തിച്ചു കളയുകയും ചെയ്യും. ഇതാ നോക്കിയേ, ഇതിലാണ് ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് വർക്ക്. ഓലയുടെ ഈർക്കിളിൽ നമുക്കിഷ്ടമുള്ള പെയിൻറ് അപ്ലൈ ചെയ്ത് കുറച്ച് മുത്തുകൾ ഒട്ടിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടെന്ന് കാണാം. ദാ നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ? കുട്ടികൾക്കൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. ഇഷ്ടമുള്ള മുത്തുകൾ ഉപയോഗിക്കാം. തേങ്ങയുടെ മുകൾ ഭാഗം ഡിസൈൻ ചെയ്ത് തെർമോക്കോളിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തതാണിത്. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇത് കാർഡ്ബോർഡിൻ്റെ മുകളിൽ തുണി ഒട്ടിച്ച ശേഷം ഡിസൈൻ ചെയ്തതാണ്. തെങ്ങിൻ്റെ പൂക്കൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തതിന് ശേഷം ഈർക്കലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഉണങ്ങിയ ചെടിക്കമ്പിൻ്റെ മുകളിലും തെങ്ങിൻ്റെ പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. തേങ്ങയുടെ മുകൾ ഭാഗം ഇങ്ങനെയും മനോഹരമാക്കാം. പഴയൊരു കറിപ്പാത്രമാണിത്. കറിപ്പാത്രത്തിന് പെയിൻറ് ചെയ്ത ശേഷം കറിപ്പാത്രത്തിനുള്ളിൽ കുറച്ച് സിമൻറ്റും വെള്ളവും മിക്സ് ചെയ്ത് പെയിൻറ് ചെയ്ത കല്ലുകൾ സിമൻറ്റിന് മുകളിൽ വെച്ച ശേഷം ഉണങ്ങിയൊരു ചെടിക്കമ്പ് പെയിൻറ് ചെയ്ത് ആ ചെടിക്കമ്പ് കൂടി സിമൻറ്റിൽ വെച്ച് കൊടുത്തു. സിമൻറ്റ് ഉണങ്ങിയതിന് ശേഷം ചെടിക്കമ്പിൻ്റെ മുകളിൽ തേങ്ങയുടെ മേൽഭാഗം ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വിചാരിച്ചു, ചെറിയൊരു കിളിക്കൂട് കൂടി ഉണ്ടാക്കിയാലോ. അങ്ങനെ കുറച്ച് ചകിരിനാരെടുത്ത് ചെറിയൊരു കിളിക്കൂടുണ്ടാക്കി ചെടിക്കമ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. ചെറിയൊരു കിളിയെയും ബോൾ പോലുള്ള 2 തെർമോക്കോളും ആ കിളിക്കൂട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗി തോന്നി. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച്. നിങ്ങൾ കത്തിച്ച് കളയുന്ന തെങ്ങിൻ്റെ കുലച്ചിൽ ഇങ്ങനെയും മനോഹരമാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിസ്തയുടെ ഷെൽ കളർ ചെയ്ത ശേഷം ഇതുപോലുള്ള തേങ്ങയുടെ പുറത്ത് ഒട്ടിച്ചു കൊടുത്തു.
കൊണ്ടുള്ള കിളിക്കൂടാണിത്. ചകിരി കൊണ്ട് പല ഷേപ്പിലും കിളിക്കൂടുകൾ ഉണ്ടാക്കാം. തേങ്ങാത്തൊണ്ട് കൊണ്ടുള്ള കിളിക്കൂടുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി കാണിച്ചിരുന്നു. വെളിച്ചിങ്ങയുടെ മേൽഭാഗം ഉപയോഗിച്ചാണ് ഈ വർക്കുകൾ ചെയ്തത്. നിങ്ങൾ കളയുന്ന മറ്റൊരു വസ്തുവായി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയണ്ടല്ലോ. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ ഏത് വസ്തുവായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരിക എന്ന്? നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും ഞാൻ വരാം. അതുവരെ ബൈ ബൈ.